പറയുന്നത് നന്നായിട്ട് കേട്ടോ. അച്ഛൻ ഇപ്പൊ വരും. അച്ഛന് വരുന്നത് വരെ നീ കിടന്ന് ഉറങ്ങാനേ പാടില്ല. അച്ഛൻ വന്ന് ആ ടാബ്ലറ്റ് തന്നാൽ അത് കഴിച്ചിട്ട് കഴിഞ്ഞ് വേണം ഉറങ്ങാൻ. എന്തിനാണെന്നോ? നീ കിടന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നടക്കാൻ കഴിയും. നമ്മളാണെങ്കിലോ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിന്നെ നോക്കാനുള്ള സമയമൊന്നുമില്ല. ഇനി അഥവാ നീ നടന്നാൽ തന്നെ കാട്ടിലൂടെ ആയിരിക്കും നടക്കുന്നത്. നിന്റെ പിന്നാലെ നടന്നു വരാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതെ അതെ, നിന്നെ വിശ്വസിക്കാം. നിന്നെ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഈ വീട്ടിൽ വന്ന് പെട്ടത്. നീ എന്തായാലും ഇന്ന് ഉറങ്ങുന്നില്ല അച്ഛന് വരാത്ത അതുവരേക്കും ഞങ്ങളെല്ലാം നോക്കിയിട്ട് വാച്ച്മാൻ പണിയെടുത്തിട്ട് ഇവിടെ ഇരുന്നു നിന്നോ കേട്ടോ. ഇന്ന് ഈ വെള്ളക്കാരിക്ക് നല്ല പ്രേത രാത്രി ആയിരിക്കും. നീ എന്തിനാ ചിരിക്കുന്നത്? അതൊന്നുമില്ലമ്മേ. എന്തോ ആണേലും നീ ഒന്നോർത്തോ, നീ വേണം ഉറങ്ങാണ്ട് എന്റെ അനിയത്തിക്ക് കാവൽ നിൽക്കാൻ കേട്ടോ. എന്തു അമ്മേ, ഞാൻ അവളെ നോക്കണമെന്നോ? അമ്മ പോ അമ്മ ഇവിടുന്ന്. എന്നെ കൊണ്ടൊന്നും വയ്യ. വേണമെങ്കിലേ നീ തന്നെ ഉറങ്ങാതെ അവളെ നോക്കി. എന്നെ കൊണ്ടൊന്നും വയ്യ അവളെ നോക്കാൻ. രാവിലെ മുതൽ ഞാൻ അപ്പടി ജോലി ചെയ്തതല്ലേ. നിങ്ങളാണെങ്കിലും ചുമ്മാണ്ടങ്ങ് ഇരിക്കുമായിരുന്നില്ലേ. ഇനി നിങ്ങൾ കുറച്ച് സമയം ഉറങ്ങാണ്ട് ഇവിടെ ഇരുന്നു കേട്ടോ. എന്തു അമ്മേ? അമ്മ വീടമ്മ, വേദനിക്കുന്നമ്മ വീടമ്മ. രണ്ടുപേരും നന്നായിട്ട് കേട്ടോ. രണ്ടുപേരും ഉറങ്ങാണ്ട് ഞങ്ങൾക്ക് കാവൽ നിന്നോണം കേട്ടല്ലോ. ഇനി ഇവിടെ വല്ല പ്രേതവും ഭൂതവും വിട്ടു വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോണം കേട്ടല്ലോ. അമ്മ ശരി അമ്മ, വീടമ്മ വീടമ്മ. ശരി, എല്ലാവരും വാ കിടന്നുറങ്ങുവാ. ചേച്ചി എന്താ ചേച്ചി, ചേച്ചിയുടെ മക്കളെ ഉറങ്ങുന്നില്ലേ? ഏടി സുധ, അതൊന്നും കൊണ്ടുവല്ല സുധ. ചെറിയ മോള് പാറുല്ലേ, അവൾ ഉറക്കിൽ എഴുന്നേറ്റ് നടക്കും. അതുകൊണ്ട് ഞാൻ അവരോട് രണ്ടാളോടും പറഞ്ഞതാ ഉറക്കിൽ എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് ഉറങ്ങണ്ടാന്ന്. ഓ അങ്ങനെയാണോ ചേച്ചി? എടാ പപ്പിഷ്മോനെ, നീ അവിടെ എന്ത് ചെയ്ത് നിൽക്കുക? വാ വന്ന് കിടന്നുറങ്ങി ഇവിടെ. ശരി അമ്മേ, ഞാൻ വരുന്നു. പാറു ചേച്ചി, പാറു ചേച്ചി, പാറു ചേച്ചി, ലച്ചു ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഞങ്ങൾക്ക് ഗോസ്റ്റ് നൈറ്റാ. എടി പാറു, ഗുഡ് നൈറ്റ്. കുശലകുമാരി, ഗുഡ് നൈറ്റ്. എടി പാറു, മതി നിന്റെ അഭിനയം. നീ ഒന്ന് എണീച്ചേ. എനിക്ക് നല്ലോണം ഉറക്കം വരുന്നു ചേച്ചി. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. എനിക്കിവിടെ നല്ലോണം ഉറക്കം വരുന്നു. ഞാൻ കിടന്നുറങ്ങണേ. ചേച്ചിയും കിടന്നുറങ്ങുവാ. എടി അമ്മ കണ്ടാ വഴക്ക് പറയൂടി. നീ എണീക്ക്. ചേച്ചി അമ്മയൊക്കെ കാണുന്നില്ല. അമ്മ നന്നായിട്ട് കൂർക്കം വെച്ച് കിടന്നുറങ്ങുന്നത് കാണുന്നില്ലേ? എടി ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. എനിക്കറിയായിരുന്നു നിങ്ങളെ ഉറങ്ങുന്നു. അതുകൊണ്ടേ ഞാൻ ഉറങ്ങാണ്ട് ഇവിടെ കാത്തിരിക്കുവാ നിങ്ങളാ. അയ്യോ എന്താണമ്മേ, അമ്മ ഉറങ്ങിയിട്ടില്ലെന്നോ? അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഗുഡ് നൈറ്റ് അല്ല, ഗോസ്റ്റ് നൈറ്റ് തന്നെയാ. ചേച്ചി അമ്മ ഉറങ്ങിയെന്നാ തോന്നുന്നത്. വാ നമുക്ക് കിടന്നുറങ്ങാം. എടി അമ്മ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, വെറുതെ അങ്ങനെ കിടന്നിട്ടുണ്ടാവും. ഇല്ല ചേച്ചി, അമ്മ ഉറങ്ങിയെന്നാ തോന്നുന്നേ. ഞാനൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ചേച്ചി അമ്മ ഉറങ്ങി, വാ നമുക്ക് കിടന്നുറങ്ങാം. ചേച്ചി ചേച്ചി ഉറങ്ങിയെന്നാ തോന്നുന്നത്. എടി കുശു, കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നില്ലേ? ഇതാ ഞാൻ കുതിരപ്പുറത്തേക്ക് ഇതാ വരുന്നു. എടി പാറു, അവിടെ നില്ല്. നീ ഇതെങ്ങോട്ടായി പോകുന്നേ? പാറു അവിടെ നില്ല്. ആന്റി പാറു ഇല്ലേ? പാറുവിന് എന്നാ പറ്റി മോളെ? ആന്റി പാറു ഇല്ലേ? ഉറക്കില് എണീറ്റ് നടന്നു ആന്റി. എന്റെ ദൈവമേ, പാറു എണീറ്റ് നടന്നു. അയ്യോ. Come on baby, let's go on the bullet. എടി ലച്ചു, നിന്നോട് പാറുവിനെ നോക്കണമെന്ന് പറഞ്ഞപ്പോ നീ ഇവിടെ വലിയ ശ്രേയോഘോഷനെ പോലെ പാട്ട് പാടിയിട്ട് ഉറങ്ങുവാണല്ലേ? എടി ലച്ചു, എടി പാറു ഇവിടെ. അതെയല്ലോ, പാറു ഇവിടെ. എടി നിന്നോടല്ലേ ഞാൻ പാറുവിനെ നോക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ പാറു ഇവിടെ പോയി. അമ്മേ, അത് പിന്നെ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട്